തത്തമ്മ ബേബി എന്നാണോ അതോ ഒന്ന് പോടി എന്നാണോ വിളിച്ചത് നമുക്കറിയില്ല. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യ കുർബാന കൂടാൻ പോകണം. അതിവിടെ നിന്നല്ല, അങ്ങ് തമിഴ്നാട്ടിൽ പൊട്ടൻ ലോട്ടറി അടിച്ചോല്ലോ എന്നുണ്ട്. എനിക്ക് KSRTCയുടെ ഏറ്റവും മുന്നിൽ തന്നെ സീറ്റ് കിട്ടി. കാരണം വേറൊന്നുമല്ല, വഴിയിൽ മുഴുവൻ ഞാൻ ഉറക്കുമായിരുന്നു. അവസാനത്തെ നാടാണിച്ചൊരു ഏകദേശം പകുതി ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. എന്നിരുന്നാലും എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ച അതിമനോഹരം. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മയുടെ ചേച്ചി. ഒറ്റ നോട്ടത്തിൽ ഇരട്ടകളാന്ന് തോന്നുന്നെങ്കിൽ രണ്ടുപേരും വരെ പരട്ടകളാണ്. അത് രാവിലെ തന്നെ പെരുന്തൽമണ്ണ ഇറങ്ങിയതുകൊണ്ട് അധികം വൈകാണ്ട് ഞങ്ങൾ ഇവിടെ എത്തുകയും ചെയ്തു. ഏകദേശം 8 മണി 8:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ. ഇതാണ് ഗൂഡല്ലൂർ എന്ന് പറഞ്ഞത്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ തിങ്ങി പാർക്കുന്ന സ്ഥലം കേട്ടോ. ആ നടന്നു വരുന്നവനാണ് ജീവൻ. അവൻ്റെയാണ് ആദ്യ കുർബാന. വെള്ള ഷർട്ടും വെള്ള പാൻറ്റും ഇട്ട് പട്ടിയോട്ട് പറമ്പിക്കണം നടന്നു വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇപ്പോഴും പലർക്കും ആദ്യ കുർബാന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലർക്കും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒന്ന് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ, കുർബാനയ്ക്കിടയിൽ അച്ഛന് അപ്പം കൊടുക്കുന്നുണ്ടാവില്ല പലരും സിനിമയിലൊക്കെ ആയിട്ട്. അത് ജീവിതത്തിൽ ആദ്യമായി സ്വീകരിക്കുന്ന ദിവസം പറയുന്നതാണ് ആദ്യ കുർബാന എന്ന് പറയുന്നത്. അങ്ങനെ ജീവൽവാൻ ആദ്യമായി ആദ്യ കുർബാന സ്വീകരിക്കുന്നത് ഇന്നാണ്. അതാണ് അമ്മമാരും ആൻറ്റിമാരും വന്ന വാഴവനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നത്. പലർക്കും ആദ്യ കുർബാന വേണ്ടി പല ഓർമ്മകളായിരിക്കും. ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ദിവസം, ഏറ്റവും കൂടുതൽ ഗിഫ്റ്റുകൾ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ട അങ്ങനെ പലതും അല്ലേ. ഈ കാണുന്ന മാലക പിള്ളേരെല്ലാം ജീവിതത്തിൽ ആദ്യമായി ആദ്യ കുർബാന സ്വീകരിക്കുന്ന ദിവസമാണ് കേട്ടോ ഇന്നെന്ന് പറയുന്നത്. ആ കൂടുതൽ ഒരാൾ മാത്രമാണ് ജീവൽ എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും மீட்பு பெறவும் உண்மையை அறிந்துணரும் வேண்டுமென கடவுள் விரும்புகிறார். ജീവലിൻ്റെ ഒരു തമിഴ്നാടൻ ബൈബിൾ വായനാണ് നിങ്ങളിപ്പോൾ കേട്ടെ. എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും കർത്താവിനല്ല മനസ്സിലായിക്കോണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി അപ്പം സ്വീകരിക്കാൻ പോകാം കേട്ടോ. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈശോയെ സ്വീകരിക്കാൻ പോവാം. നമ്മൾ അപ്പം എന്നൊക്കെ പറയുന്നത് കറക്റ്റ് ഈശോയെ സ്വീകരിക്കുന്ന പോലെ കേട്ടോ, ഞങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ അനുസരിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കളിയിലും അമ്പളിച്ചും തലേന്ന് എത്തേണ്ടവർ തിന്നാൻ വേണ്ടി മാത്രം അവിടെ വന്നേക്കാണ്. പരിപാടിയെല്ലാം കഴിയാനായപ്പോൾ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി വന്ന അമ്പളിച്ചിയുടെ പട്ടിഷാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളൊരു സ്കൂൾ ടീച്ചറായതുകൊണ്ട് സ്കൂളിൽ തന്നെ കയറിയിരിക്കുന്നു. ജനറേഷൻ സെഡിനൊപ്പം പിടിച്ചെടുക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും കൂടെ ഹെൽപ്പ് ചോദിച്ചെത്തിയതോ ജെമിനിയുടെ മുന്നിൽ. കിട്ടിയ അവസരം മുതലാക്കി ജെമിനാണെങ്കിൽ നല്ല രീതിയിൽ സൂചിപ്പിച്ചവർക്ക് കൊണ്ട് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. സത്യം പറഞ്ഞാൽ ഇത്തരത്തിൽ പ്രായം വേണ്ടി തയ്യാറെടുക്കുന്നവരും ജീവിതത്തിൽ AI എന്ന് മാത്രം സ്വാധീനമാണെന്നുള്ള ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതാണ് ജെമിനിക്കും AIക്കും അറിയാത്ത അമ്പളിച്ചിയുടെ യഥാർത്ഥ സ്വഭാവം. അളിയനെ വരച്ച വരെ നിർത്താനുള്ള ശ്രമങ്ങൾ കണ്ടില്ലേ. അമ്പളി ചേച്ചി വരച്ച വരയിൽ അളിയൻ വന്നില്ലെങ്കിലും അളിയൻ പോയ വരെയല്ല അമ്പളി ചേച്ചി ഒരു വര വരയ്ക്കാൻ ചോദിച്ചു അമ്പളി ചേച്ചി അളിയൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. അമ്പളിച്ചിയുടെ വരവ് കൊണ്ട് ഏത് നിമിഷം എന്തും സംഭവിക്കാമെന്ന് ചോദിച്ചു മാതാവിനോട് മുട്ടിപ്പോയി പ്രാർത്ഥിക്കാൻ പോകുന്ന ആളിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആദ്യ കുർബാന കഴിഞ്ഞ് ഓടി വന്ന് ആദ്യം തന്നെ പിള്ളേർപ്പം ഇത് സീറ്റും പിടിച്ചോട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ല വിശപ്പുണ്ടായിരുന്നു. പിള്ളേരൊപ്പം ഇരുന്നുകൊണ്ടാണ് നടത്തില്ല. ഈ പുള്ളിക്ക് എനിക്ക് വിളമ്പിടാൻ ഇച്ചിരി പാടുള്ളൂ അല്ല, കുറച്ച് ഇട്ട് തരുന്നു. എന്തെങ്കിലും പറഞ്ഞ മോശമാണെന്ന് വിചാരിച്ചു ഞാനൊന്നും പറഞ്ഞില്ല. ആദ്യ കുർബാനയ്ക്ക് തമിഴ്നാട്ടിൽ കേക്ക് മുറിക്കും പോലും. എന്നാൽ പിന്നെ അതായിക്കോട്ടെ ഞാനും വിചാരിച്ചു. ഇതിൽ ഒരാളെ കുറവുണ്ട് കേട്ടോ. അത് വേറെ ഒരു നമ്മുടെ സ്വന്തം ആഴ്ചേച്ചി, അതായത് ജീവലിൻ്റെ അമ്മ. ആൾ പിറ്റിലായതുകൊണ്ട് ആൾക്ക് ഇവിടെ വരാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും ഫുൾ വീഡിയോ ആയിട്ട് കാണിച്ചു കൊടുക്കണമെന്നും പറഞ്ഞാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആശേച്ചിയുടെ അവസാനത്തെ അമ്പളി ചേച്ചി ഏറ്റെടുത്തു കേട്ടോ. ഉമ്മ വെക്കുമ്പോൾ അമ്പളി ചേച്ചിനെ ക്യാമറമാൻ തടഞ്ഞു. പട്ടിച്ചോ വേണ്ട, പൊക്കോന്ന്. സീരിയസ് ഇനിയാണ് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വരവ്. രണ്ടുപേരും എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കേക്ക് കൊടുത്ത് വായിൽ വെച്ച് കൊടുത്തു. രാവിലെ കൊടുത്ത് ഉമ്മ പോരാണ്ട് കേക്ക് കൊടുത്തപ്പോഴും ഒരു ഉമ്മ കൊടുക്കാൻ രണ്ടുപേരും മറന്നില്ല. ഉമ്മ കൊടുത്തപ്പോൾ ജീവലിൻ്റെ ഒരു ചോദ്യം, ഉമ്മ മാത്രമേ ഉള്ളല്ലേ എന്ന്. സംഭവം റിമോട്ടിൽ വിടുന്ന പേപ്പർ റൂമാണ് കേട്ടോ. പരിപാടി കഴിഞ്ഞ് പകുതിയായിട്ടും സാന്നിധ്യമായിട്ടും പൊട്ടിയിട്ടുള്ളതെന്നുള്ളത് മറ്റൊരു ചുരുക്കം. ഇവൻ മാനേജറിൻ്റെ പുള്ളി എന്നുണ്ടെങ്കിൽ തന്നെ കൊണ്ടാവുന്ന എല്ലാം ശ്രമിക്കുന്നുണ്ട് ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. പേപ്പർ ബോമിന് ഒരേ വാശി, ഇല്ല ഞാൻ പൊട്ടത്തില്ല, എനിക്ക് സമയം കഴിഞ്ഞേ പൊട്ടി ശീലമുള്ളൂ. ഒടുവിൽ വിധി എല്ലാവരെയും പോലെ തന്നെ എല്ലാം കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഒരു മൂലയിരുന്ന് പൊട്ടാൻ തന്നെയായിരുന്നു പേപ്പർ ബോമിൻ്റെ വിധി. പക്ഷേ പേപ്പർ ബോം എന്ന് വിചാരിച്ചത് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് സംഭവം പൂത്തിരിയായിരുന്നു എന്നുള്ളത്. എല്ലാവരും കേക്ക് വായിലെടുത്ത് ജീവലിനും അടുത്തിരിക്കുന്നതാണോ എനിക്ക് മനസ്സിലായി. ഇനി ജീവലിന് വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആക്ഷൻ മാത്രം മതി, ബാക്കിയുള്ളതെല്ലാം ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആദ്യ കുർബാന വ്ളോഗ് ഇവിടെ തിരിക്കുകയാണ്. അപ്പോൾ പുതിയ ദിവസം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.